എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരുന്നതിൽ. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ നേരിട്ടെന്നുള്ളൊരു വിഷമം വേറെയുണ്ട്. എങ്കിലും ദേണ്ട എന്റെ സതിചേച്ചിയുടെ ഒക്കെ പറമ്പിലെ ബന്ദികൃഷിയാ ഇത്. പല കളറില് ഇതുകൊണ്ട് ഇതിന്റെ വലിപ്പമൊക്കെ കണ്ടോ? ദൈവമേ, ഞാൻ വലിപ്പം ഒന്നും പറഞ്ഞ് ഇതിനൊന്നും വരാനായിട്ട് വേണ്ടി പറഞ്ഞല്ല കേട്ടോ, നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി. ഇത് കണ്ടോ? ഇതെല്ലാം ഓമനത്തോടെ നിൽക്കുന്നത് നോക്കിട്ട്. ഒരുപാട് സ്ഥലത്ത് എന്റെ വേണുമോന്റെ പറമ്പില് ഇത് നിൽക്കുന്നത് ഇതിപ്പോ. അപ്പൊ ഞങ്ങളൊന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വന്നൊന്ന് കാണാനായിട്ട് വന്നു. എനിക്ക് ഒരുപാട് സന്തോഷമേ. ഈ പൂ ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനുള്ള ഭാഗ്യം സാധിച്ചേച്ചിക്കോ ചേട്ടനോ അല്ലെങ്കിൽ വേണുവിനോ കുഞ്ഞുങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം അവരെല്ലാരും ഒമാനിലല്ലേ. അപ്പൊ ആ കുറവ് നികത്താൻ വേണ്ടിട്ട് ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇതെന്തൊരു കാഴ്ച, എന്തൊരു ഭംഗിയാ. ഞാൻ ആദ്യമായിട്ടാ കേട്ടോ ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. ഇതുപോലെ കൃഷിയും ഞാൻ ആദ്യമായിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടില് അതിലെ ഇതിലെ ഓരോ ചുവടൊക്കെ ഇത് വെച്ചു പിടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷെ ഇത് ആദ്യത്തെ ഒരനുഭവമാണ്. ഇത് കണ്ടോ? ഞങ്ങളെല്ലാരും കൂടെയാ വന്നത് കാണാനായിട്ട്. ഞാൻ മണിക്കൂട്ടനൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കണ്ട് നമ്മൾ മറ്റുള്ള കാഴ്ചകൾ കണ്ടതിലെല്ലാം എനിക്ക് കണ്ണിന് സന്തോഷവും കുളിർമയൊക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സജിത്തിന്റെയൊക്കെ ബന്ധിത്തോട്ടമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നൊന്ന് കാണിച്ചും തരാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ. ടാറ്റാ.